വിലപേശി വാങ്ങിയ സീറ്റ് കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ലല്ലോ എന്ന ചിന്തയിലാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു.പിയിൽ കോൺഗ്രസ് SP സഖ്യമാണ് മത്സരിക്കുന്നത്. വലിയ വിജയപ്രതീക്ഷയിലാണ് ഈ പാർട്ടികൾ. BJPയെ മുട്ടുകുത്തിക്കാൻ സാധിക്കുമെന്ന് നേതാക്കൾ ഉറച്ചു വിശ്വസിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP തരംഗത്തിനിടയിലും 100-ലേറെ സീറ്റ് യു.പിയിൽ വിജയിക്കാൻ SP-ക്കും അഖിലേഷ് യാദവിനും സാധിച്ചതാണ്. അതിനൊത്ത പ്രകടനം കാഴ്ചവെക്കാനായാൽ കുറഞ്ഞത് 30 സീറ്റുകളിലെങ്കിലും ലോക്സഭയിൽ യു.പിയിൽ നിന്ന് ജയിക്കാനാകുമെന്ന് കോൺഗ്രസ് SP സഖ്യം കണക്കുകൂട്ടുന്നു. ഇത്തരം കണക്കുകൂട്ടലുകൾക്ക് തിരച്ചടിയാകുന്നത് അശ്രദ്ധ കൊണ്ട് മാത്രം കൈവിടുന്ന ചില സീറ്റുകളാണ്. വാരണാസിക്ക് പകരം കോൺഗ്രസിനോട് വിലപേശി വാങ്ങിയ മധ്യപ്രദേശിലെ ഖജുരാവോ സീറ്റിലാണ് സമാജ്വാദി പാർട്ടിയുടെ സ്ഥാനാർത്ഥി മീര യാദവിൻ്റെ സ്ഥാനാർത്ഥിത്വം തള്ളിയത്. നാമനിർദ്ദേശ പത്രികയിലെ ഒരു ചെറുരേഖയിൽ ഒപ്പുവച്ചില്ലെന്നും പഴയ വോട്ടർ ID-യുടെ കോപ്പിയാണ് നൽകിയതെന്നും ചൂണ്ടിക്കാട്ടിയാണ് വരണാധികാരി മീര യാദവിൻ്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയത്. ഇതോടെ അഖിലേഷ് യാദവിൻ്റെ ഖജുരാവോ സ്വപ്നങ്ങൾ തുടക്കത്തിലെ പൊലിയുന്ന കാഴ്ചയാണ് യു.പിയിൽ നിന്ന് കാണുന്നത്. ഖജുരാവോ മണ്ഡലത്തിൽ 14 സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചപ്പോൾ SP സ്ഥാനാർത്ഥിയുടേത് തള്ളുകയായിരുന്നു. ഇതോടെ പിന്നിൽ BJP ആണെന്നാരോപിച്ച് SP-യും കോൺഗ്രസും രംഗത്ത് വന്നു. വരണാധികാരിയായ ജില്ലാ കലക്ടർ BJPക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് കോൺഗ്രസ് ആരോപിച്ചു. വരണാധികാരിയുടെ നിലപാടിനെതിരെ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഇന്ത്യ മുന്നണിയുടെ തീരുമാനം. ഹൈക്കോടതി ഹർജി തള്ളിയാൽ സുപ്രീം കോടതിയെ സമീപിക്കുവാനും ഇന്ത്യ മുന്നണി തീരുമാനിച്ചു. ഇവിടെയും തിരിച്ചടി നേരിട്ടാൽ മുന്നണിയുടെ രാഷ്ട്രീയത്തോട് ചേർന്നു നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാനാണ് പാർട്ടികളുടെ തീരുമാനമെന്നും പറയുന്നുണ്ട്. മറ്റു സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി നാമനിർദ്ദേശ പത്രിക പിൻവലിപ്പിക്കാൻ BJP ശ്രമിക്കുന്നുണ്ടെന്നും കോൺഗ്രസ് ആരോപിക്കുകയാണ്. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിൻ്റെ സ്ഥാനാർത്ഥി ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും കോൺഗ്രസ് പറയുന്നുണ്ട്. മധ്യപ്രദേശ് BJP അധ്യക്ഷൻ വിഷ്ണുദത്ത് ശർമ്മയുടെ സിറ്റിംഗ് സീറ്റാണ് ഖജുരാവോ. ഇത്തവണയും ഈ സീറ്റിൽ വിഷ്ണുദത്ത് തന്നെയാണ് മത്സരിക്കുന്നത്. ഉത്തർപ്രദേശിലെ വാരണാസിക്ക് പകരമാണ് സമാജ്വാദി പാർട്ടി മധ്യപ്രദേശിലെ ഖജുരാവോ സീറ്റിൽ കോൺഗ്രസിനോട് ചോദിച്ചു വാങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസി തങ്ങൾക്ക് തന്നെ തരണമെന്ന കോൺഗ്രസ് ആവശ്യം അംഗീകരിച്ച അഖിലേഷ് യാദവ് പകരം ചോദിച്ചത് ഖജുരാവോ ആയിരുന്നു. മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ലയിൽ ഝാൻസിക്ക് 175 കിലോമീറ്റർ അകലെ തെക്ക് കിഴക്കായി സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് ഖജുരാവോ. ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഖജുരാവോ ക്ഷേത്ര സമുച്ചയങ്ങളാൽ ഇന്ത്യയെമ്പാടും പ്രസിദ്ധമായ സ്ഥലമാണ്. BJPക്ക് ശക്തമായ വേരോട്ടമുള്ള ഈ മണ്ഡലത്തിലേക്ക് അഖിലേഷ് യാദവിൻ്റെ ശ്രദ്ധ തിരിയാൻ നിരവധി കാരണങ്ങളുണ്ട്. അതിലൊന്ന്, മധ്യപ്രദേശ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മുന്നണിയാകണമെന്ന SP-യുടെ ആവശ്യം കമൽനാഥ് തള്ളിയിരുന്നു. തുടർന്ന് 71 സീറ്റുകളിൽ SP തനിച്ചു മത്സരിച്ചു. കോൺഗ്രസും SP-യും തെരഞ്ഞെടുപ്പിൽ അമ്പേ പരാജയപ്പെട്ടു. ഇതിൻ്റെ പകരം വീട്ടിലായാണ് ഖജുരാവോ സീറ്റ് ചോദിച്ചു വാങ്ങിയത് എന്ന രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയിട്ടുമുണ്ട്. ഇക്കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഖജുരാവോ ലോക്സഭാ മണ്ഡലത്തിന് കീഴിലെ ചണ്ഡലയിൽ 15.5%, ബഹോരിബാദിൽ 10.79% വോട്ട് നേടാൻ SP-ക്ക് സാധിച്ചിട്ടുണ്ട്. മേഖലയിലെ പ്രധാന മുഖമായ മുൻ BJP MLA R പ്രജാപതി SP-യിൽ ചേർന്നതും അഖിലേഷിന് വലിയ പ്രതീക്ഷ നൽകിയ ഘടകം തന്നെയാണ്. എന്നാൽ പത്രിക തള്ളിയതോടെ അഖിലേഷിൻ്റെ അട്ടിമറി മോഹങ്ങൾക്ക് കൂടിയാണ് അവസാനമായത്.